ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും VB അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നസീഹ ഷമീർ. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കഥ എന്താണെന്നല്ലേ, പഠനമൊക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം കുറച്ച് വിദ്യാർത്ഥികൾ തങ്ങളുടെ അധ്യാപകൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടുകയാണ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കണ്ടതായതുകൊണ്ട് അവർ പരസ്പരം തങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചു. അങ്ങനെ ആ പഴയ അധ്യാപകൻ അവരുടെ മുന്നിലേക്ക് വരികയാണ്. പലരും പല മേഖലകളിൽ തിളങ്ങുന്നവരാണെന്ന് അറിഞ്ഞതിൽ അധ്യാപകന് വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ അധ്യാപകൻ അവരെ സൽക്കരിക്കാനായി അകത്തുപോയി ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അവരെ വിളിച്ചു. വില കൂടിയതും വില കുറഞ്ഞതും ക്രിസ്റ്റലുകളും അതുപോലെ പ്ലാസ്റ്റിക് കപ്പുകൾ വരെ നിരത്തി വെച്ചിട്ട് ചായ ഒഴിച്ചു കുടിച്ചോളാൻ അദ്ദേഹം പറഞ്ഞു. എല്ലാവരും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കപ്പുകൾ തിരഞ്ഞെടുത്ത് അതിൽ ചായ ഒഴിച്ച് കുടിക്കാനായി ചുണ്ടോടടുപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം, നിങ്ങൾ തിരഞ്ഞെടുത്തതെല്ലാം വളരെ മനോഹരമായ കപ്പുകളാണ്. അതിൽ ഒട്ടും ഭംഗിയില്ലാത്തതും അല്ലെങ്കിൽ വില കുറഞ്ഞതുമായ കപ്പുകളൊക്കെ അവിടെ ആരും എടുക്കാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഈ വില കൂടിയ കപ്പുകളിൽ നിങ്ങൾ ആ ചായ കുടിച്ചത് കൊണ്ട് ആ ചായയുടെ മധുരമോ അല്ലെങ്കിൽ ഗുണമോ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല, എല്ലാവരുടെ കയ്യിലും ഒരേ ചായ തന്നെയാണ്. എന്നാൽ ഒട്ടും മനോഹരമല്ലാത്ത, കാണാൻ അഴകില്ലാത്ത കപ്പുകൾ ഇപ്പോഴും ആരും എടുക്കാതെ അവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് എല്ലാ സാധാരണ മനുഷ്യരും ചെയ്യുക. നമ്മുടെ ജീവിതത്തെ സൂചിപ്പിക്കുന്നത് ആ ചായയാണ്. എന്നാൽ ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷൻസും അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ, അവർ ജീവിക്കുന്ന മേഖലകൾ, അവർക്കുള്ള പണം, വാഹനം, തുണിത്തരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജോലി, അതെല്ലാം സൂചിപ്പിക്കുന്നത് ആ മനോഹരമായ കപ്പുകളും. നമ്മൾ നോക്കേണ്ടത് എന്താണ്? ചായയുടെ ഗുണമേന്മ മാത്രം അല്ലേ? നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെയാണ് ആസ്വദിച്ച് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആ കപ്പുകളിലുള്ള ചായ എങ്ങനെയാണ് നമ്മൾ ആസ്വദിച്ച് രുചിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നമ്മൾ ഫലപ്രദമായിട്ട് തരണം ചെയ്യും? ഈ ഒരു ചോദ്യമാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ഒരുപാട് കളികളൊക്കെ കളിച്ചിട്ടാണ് നമ്മുടെ ബാല്യം ചെലവഴിച്ചിട്ടുള്ളത്, പല തരത്തിലുള്ള കളികൾ. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് കളികളിലൂടെ അവർക്ക് ജീവിത നൈപുണികൾ നേടാനുള്ള അവസരങ്ങൾ കുറവാണ്. അവർക്ക് കയ്യിലുള്ളത് ഒരു ടാബോ അല്ലെങ്കിൽ ഒരു ഫോണോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ അതിലുള്ള ഗെയിമുകളിലും മറ്റും മുഴുകുമ്പോൾ അവരൊരു വെർച്വൽ ലോകത്താണ് ജീവിക്കുന്നത്. അവർക്ക് ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് വലുതായൊന്നും അറിയില്ല. നമുക്ക് സ്കൂളിലാണ് കുട്ടികൾ അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഇടപഴകുന്നതും അവരുടെ ജീവിതത്തിൽ നേടേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതും ഒക്കെ അവർ സ്കൂളിൽ വെച്ചിട്ടാണ്. അപ്പോൾ സ്കൂളിൽ വിദ്യാഭ്യാസ രീതികളിൽ അല്ലെങ്കിൽ കളികളിലൂടെ പഠനം എന്ന രീതിയിലും അവരുടെ ജീവിതത്തെ നേരിടാനുള്ള ആ ഒരു കഴിവുകളെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആരാണെന്ന് അറിയുക എന്നുള്ളതാണ്. ആ കുട്ടിയുടെ ഏത് ചെറിയ കഴിവാണെങ്കിലും ആ ബാല്യത്തിൽ തന്നെ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ വളർത്തിയെടുത്താൽ അവന് ജീവിതത്തിലുടനീളം ആ ഒരു കാര്യം വളരെയധികം സഹായകരമായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് അസേർട്ടീവ്നെസ്, അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, അതായത് നമ്മൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക, 2 വട്ടം ചിന്തിച്ചിട്ടല്ലാതെ ഒരു തീരുമാനം എടുക്കരുത് എന്നുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പാരൻറ്റിങ്ങിലൂടെയും അധ്യാപനത്തിലൂടെയും അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ തലമുറക്ക് നമുക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിത നൈപുണികൾ വികസിപ്പിച്ചെടുക്കുക, അതിനെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇന്നത്തെ തലമുറയിൽ കുട്ടികൾക്ക് ക്ഷമ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല.
പലപ്പോഴും അവരെ ഡിപ്രഷനിലേക്ക് തള്ളി വിടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുന്നതിൽ നമ്മുടെ പാരൻറ്റിങ്ങിനും അധ്യാപനത്തിനും വളരെ വലിയ ഒരു പങ്കുണ്ട്. എന്ത് വേണ്ട എന്ന് പറയുന്നതിന് പകരം എന്ത് വേണം എന്ന് പറഞ്ഞു നോക്കും. അവരുടെ ശൈലി, അവരുടെ സ്വഭാവം തന്നെ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാൾ വളരെ നല്ലതായിരിക്കും നീ എന്താണ് ചെയ്യേണ്ടത്. ഒരു കഥ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം. അപ്പോൾ ഒരു മാവിൽ കയറിയ ഒരു കുട്ടി, അടുത്തത് ഒരു പ്ലാവിൽ കയറിയ കുട്ടി. അങ്ങനെ രണ്ടുപേരും വീഴാനായിട്ട് നിൽക്കുന്ന നേരത്ത് അവരുടെ അമ്മമാർ വന്നിട്ട് പറഞ്ഞു, മകനെ വീഴരുത് വീഴരുത് വീഴരുത്. ആ കുട്ടി ഉടനെ തന്നെ നിലംപതിച്ചു. അടുത്ത അമ്മ പറഞ്ഞു, മോനെ മരത്തിൽ മുറുക്കെ പിടിച്ചോ, പതുക്കെ പതുക്കെ ഇറങ്ങിപ്പോരെ. ആ കുട്ടി വളരെ സേഫായിട്ട് താഴത്തെത്തുകയും ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അവരോട് പറയുന്ന ആ ഒരു രീതി മാറ്റി നോക്കുക, അവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അപ്പോൾ ഗൈസ്, ഏത് കപ്പിൽ ചായ കുടിച്ചാലും ചായ ആസ്വദിച്ച് കുടിക്കുക. വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.